അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറെ ഹബീബ് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റാഹത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹു അതൊരു നല്ല മജ്ലിസാക്കി ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ. നൂറെ ഹബീബ് മജ്ലിസിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് ആ തങ്ങൾ വിശദീകരിക്കുന്നൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നൂറെ ഹബീബ് തങ്ങൾക്ക് നിരവധി വിമർശകർ ഉണ്ടായിട്ടുണ്ട്. പല രൂപത്തിൽ വന്നിട്ടുണ്ട്. വളരെ ഭയാനകമായ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഈ ഒരു ഉയർച്ചയ്ക്ക് കാരണമായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സാധാരണ അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഉണ്ടാവുക. ആരും ചിലപ്പോൾ 100% 1% ആളുകൾ മാത്രമേ ഒരൊറ്റ ഉയർച്ചയിൽ തന്നെ ഉയർന്നു പോവുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വീണും കിടന്നുരുണ്ടിട്ടും ഒക്കെ തന്നെയാണ് ഓരോ പടികളും ചവിട്ടി മുന്നോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരവധി വിമർശനങ്ങൾ ഏറ്റ് സഹിച്ചുകൊണ്ടാണ് ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല കാര്യങ്ങൾ കുറേ അവിടെ നടക്കുന്നുണ്ട്. നമ്മളറിയാത്ത എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യം, നൂറെ ഹബീബ് തങ്ങൾ പറയുന്നുണ്ട്, 2 ആളുകൾ കാസർഗോഡ് നല്ല 2 സുഹൃത്തുക്കളുണ്ട്. വ്ളോഗർമാരാണ്, യൂട്യൂബർമാരാണ്. അവർ തങ്ങളെ നല്ലോണം എന്തായിട്ടുണ്ട് വിമർശിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ അവർ നേരിട്ട് വന്നൊരു രസകരമായ സംഭവം തങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേട്ടു നോക്കണം. അപ്പോഴാണ് അവരെന്താ പറഞ്ഞത് തങ്ങളോട് മനസ്സിലാവുള്ളൂ. കാരണം തങ്ങൾ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന വീഡിയോ ആണുള്ളത്. ഇൻഷാ അല്ലാഹ് റമദാനാണ്. നമ്മുടെ റമദാനിൻ്റെ വീഡിയോകൾ, തറാവീഹിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഫ്രീ ആവുന്ന സമയത്ത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റഹ്മത്തിൻ്റെ പത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീം. ഈ റഹ്മത്തിൻ്റെ പത്ത് കൊണ്ട് റഹ്മത്ത് ലഭിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളെ ഫാമിലിയെയും കൂട്ടുകാരെയും മറ്റുള്ള എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആദ്യത്തെ പത്തിൽ, ഈ റഹ്മത്തിൻ്റെ പത്തിൽ നമ്മൾ ചെല്ലേണ്ട ദിക്ർ വളരെയധികം സമയം കണ്ടെത്തി നമ്മൾ മാക്സിമം ചെല്ലാൻ കഴിയുന്നിടത്തോളം ചെല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഈ ദിക്റുകളെല്ലാം നമ്മൾ നല്ല രൂപത്തിൽ ചൊല്ലി ഒരു എണ്ണം വെച്ച് ചെല്ലുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ഒരു കുറച്ച് ദിക്റുകളും ഒക്കെ ചൊല്ലി തസ്ബീഹൊക്കെ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആ വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ കാരണമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പല പള്ളികളിലും പല സ്ഥാപനങ്ങളിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഒരു 2 വാക്ക് പ്രാർത്ഥനയാണെങ്കിലും അത് അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോ ഒരു 2 ആഴ്ചകളായി എന്നോട് എൻ്റെ അമ്മമാര് പറയും, ഉമ്മാന്റെ കുട്ടി ചികിത്സക്ക് വരുന്ന അമ്മമാര് പറയും, ഉമ്മാന്റെ കുട്ടി പുറത്തേക്ക് പരിപാടിക്ക് പോകാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മമാരുടെ അമ്മമാരുടെ കുട്ടി എന്ത് ചെയ്യാൻ, ഉമ്മാന്റെ കുട്ടിയെ പെട്ടെന്ന് മതിയാണ്. ഞാൻ അമ്മാരുടെ വാക്ക് ധിക്കരിച്ചിട്ടുണ്ട്, അമ്മമാരുടെ വാക്ക് ധിക്കരിച്ചിട്ട് ഞാൻ പരിപാടിക്ക് പോയി. ഈ പരിപാടിക്ക് ഞാൻ പോയി എന്നല്ല, അപ്പം എന്തായി മറ്റുള്ള ആൾക്കാരെന്തായി നടന്ന് അപ്പോൾ ഉമ്മ ഇന്നലെ വിളിച്ചിട്ട് ഉമ്മാന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് പ്രായമുള്ള സ്ഥലം പണിയാണ്. സ്ഥലം പണി ഞാൻ പോയി കായ് കിട്ടിട്ടോ അത് വർക്കെത്തിയ സ്ഥാപനം അമ്പത്തിയിട്ട്. അപ്പോൾ എനിക്ക് പറയാൻ കാര്യം ഒരൊറ്റ കാര്യം, എത്ര കസാലിട്ട കൈ തയ്യുന്നില്ല. ഇനിയിപ്പോ കേരളത്തിലുള്ള മൊത്തം ഡെക്കറേഷൻ തുണിപ്പന്തിൽ നടത്തുന്ന സ്ഥലത്ത് കസാല കൊടുക്കുന്നതിലും മോനെ ഇടക്കിടക്ക് ആൾക്കാരിങ്ങനെ കാണിച്ചു കൊടുക്കണം. കുറേ ആൾക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്കും, കാണട്ടെ അല്ലേ. ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മജ്‌ലിസ് നമ്മൾ തന്നെ. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഒരു യൂട്യൂബർ കാസർഗോഡ് എനിക്ക് 2 നല്ല സ്നേഹിതന്മാർ
ഇന്ന് ആ പേര് പറയില്ല. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കാസർഗോഡുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ ഇത് സ്വർണ്ണമോതിരം കിട്ടിയ കാസർഗോഡ് അടുത്തിട്ട് രണ്ട് നിനക്ക് കാസർഗോഡ് ജില്ലയില് രണ്ട് സ്നേഹിതന്മാരുടെ പേര് ഞാൻ പറയില്ല. പേര് ഞാൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ കേട്ടോ. ഇവര് നമ്മളൊക്കെ പച്ചരച്ച് തിന്നിട്ട് ഓരോ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. അല്ലാഹു ഒരു രോഗം മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. നമ്മൾ ധാരിക്കണം. മക്കൾ എന്താ വെച്ചിട്ടില്ല, മക്കള് പാവങ്ങളാ, മക്കള് പാവങ്ങളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ കേട്ടോ. അതിലൊന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറയുന്ന കാര്യം പെണ്ണുങ്ങളോട് ശ്രദ്ധിച്ച് കേൾക്കണം. പെണ്ണുങ്ങളെ കൊണ്ട് ഒരു ചെറിയ ഉപകാരം കൊടക്കാട് ഉണ്ടായിട്ടുണ്ട്. പെണ്ണുങ്ങളെ കൊണ്ട് കൊടക്കാട് മണ്ണിൽ ഒരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അത് എന്നോട് പല ആളുകൾ ചോദിക്കാറുണ്ട്. ഇന്ന് പല ആളുകൾ ഈ സദസ്സിൽ തങ്ങളുണ്ട്. കരുനാഗപ്പള്ളി അല്ലാഹു ആഫിയത്ത് കരുനാഗപ്പള്ളി ഒരു ചികിത്സ നടത്തുന്ന ഒരു തങ്ങൾ ഇന്ത്യക്ക് വരുന്നെങ്കിൽ എന്റെ കറാമച്ചല്ലാണ് കൊടക്കാട് മണ്ണിന്റെ പൊന്നാണ്. ഇന്നലെ വരെ കൊടക്കാട് കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു കെട്ടിനാ കെട്ടിയിരുന്നില്ല. അത് കണ്ടോ? കൊടക്കാട് നിങ്ങൾ പറയുന്നോ? ഇന്നലെ വരെ മിനിങ്ങാട് വരെ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഞാൻ എന്തില്ല കെട്ടിയിട്ടില്ല. എന്നാൽ മിനിങ്ങാന്ന് രാത്രി ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ കെട്ടേണ്ടി വന്നു. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ വർത്തമാനം മലയാളം നഹി നഹി അപ്പോ അതിനൊരു കാരണമുണ്ട്. അതിനപ്പൊ പറയും കാരണം അത് പല ആളുകളെ ശരിയാണല്ലോ. അതിന്റെ എന്റെ കറാമത്തല്ല, ഒരു കറാമത്ത് തന്നിട്ടില്ല. ഒരു കറാമത്ത് പക്ഷേ നേരെ കുടക്കാറിന്റെ മണ്ണ് പൊന്നാണ് വരെ അവിടെ അവിടെ ഒരു കെട്ടേണ്ടി വന്നു കൊടിമരത്തിന്റെ ചുവട്ടില്. അതിനൊരു കാരണമുണ്ട്. അത് മാത്രമല്ല, നേരെ കുടക്കാട് വന്നിട്ട് എല്ലാവർക്കും ഉള്ള ചോദിക്കുന്നുണ്ട്. പെങ്ങളെ ഉസ്താദന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആളുകൾ പറയുന്നുണ്ട് എന്തോ ഒരു ഞർമ്മത്തിൽ ആ കുട്ടിന്റെ നാവിനാണ് കൊടുത്തിട്ടുണ്ട് ഇല്ല പറയുന്നില്ല. ഇന്നലെ എന്റെ ഒരു പെങ്ങളെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ഒരു അയൽവാസിന്റെ അങ്ങമാറ്റവും വൈദ്യം മാത്രമേ പോലെ പണിയാണ് ഇവിടെ പോയിക്കൂടെ അല്ല നിങ്ങളെത് കൊണ്ട് വരണം. ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പൈസ പോലെ അങ്ങനെ കിട്ടും. അതൊന്നും എനിക്ക് വേണ്ട. സംസാരിക്കാൻ സമയം കൊടുക്കുന്നത് അത് പറ്റൂല. ഇവിടെ എല്ലാവർക്കും ഒരു നിയമം. പക്ഷേ കൊടക്കാട് ഒരു ദിവസം 1500 ആളുകൾ എന്റെ വീട്ടിൽ വരുന്നു. ഈ യൂട്യൂബർമാർ പ്രശ്നം എന്താണ്? എനിക്ക് പൈസ കിട്ടാണ് ഒരു വിഷമമില്ല. എനിക്കൊന്നും കിട്ടരുത്. കുറെ ഇന്നത്തെ ഓരോരുത്തർ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തിന്റെ ഓരോ ജീവിതമാർഗം ഓരോ ജീവിതമാർഗം. ഒരു കാസർഗോഡുള്ള 2 നല്ല യൂട്യൂബർമാരുണ്ട്. പിന്നെ ഇന്ന് എന്നോട് എനിക്ക് അയച്ച മെസ്സേജുകളുണ്ട്. നമുക്കൊരു കാര്യം കേൾക്കണോ? 4 വർഷം കൊണ്ട് എന്നെ വേട്ടയാടി. എനിക്കറിയില്ല വേട്ടയാടി. അവസാനം ഇവര് എന്നെ കാണണം. ഇതൊക്കെ ജനങ്ങൾ അറിയണം. കേട്ടോ ഇത് നേരം കേട്ടോ ചൂടെടുക്കണ്ടോ കേൾക്കണോ? അങ്ങനെ എന്താ ഇവര് ഇനി അന്ന് ഇവരൊരുപാട് എന്നെ കുറിച്ചിട്ട് എന്തൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെ പറയും. ഇല്ലാത്തത് പെണ്ണ് കെട്ടി 14 പെണ്ണ് കെട്ടി 6 ഏക്കർ സ്ഥലം ഉണ്ടാക്കി ഇയാൾക്ക് തന്നെ. പക്ഷെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് പെട്ടുപോയി. 47 അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ നുണ പറഞ്ഞ് പോലീസിന്റെ പണിയാണ്. 3000 ആളായി 47,000 3000 അങ്ങനെ ഒരു ഇന്ത്യക്ക് വന്നു. ഇവിടെ ഇന്ത്യക്ക് വന്നു.
നിങ്ങളെ കുറിച്ച് നമ്മൾ ഇല്ലാത്തത് ഇങ്ങനെ പറയും. ഇവർക്ക് പറഞ്ഞു തരാം, എനിക്ക് പറഞ്ഞു തരാം. ഈ കാസർഗോഡുള്ള രണ്ട് കേട്ടോളിട്ടോ, കേട്ടോളിങ്ങള് കാസർഗോഡുള്ള രണ്ട് ആളുകൾ, രണ്ട് യൂട്യൂബർമാർ, ഇതൊക്കെ അത് പരിചയമുണ്ടോ? പേര് ഞാൻ പറയണ്ടല്ലോ. രണ്ട് യൂട്യൂബർമാരെ കാണാൻ ഇന്നലെ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഒരു ട്രിക്കാണ് നിങ്ങളെ, ഇതൊക്കെ ഞങ്ങളൊരു ട്രിക്കാണ്. ഒരു മനുഷ്യന്റെ മുന്നിട്ട് ഒരാളെ കുറിച്ച് ഒരുപാട് വട്ടം ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ പറയുമ്പോൾ അവസാനം സ്വാഭാവികമായിട്ട് മാനസികമായി ഉറപ്പ് തോന്നും. അപ്പോൾ പിന്മാറും. അങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക്. നിങ്ങളൊരു 10 ലക്ഷം ഉറപ്പ് തന്നാൽ നമ്മളെന്താവും? പിന്മാറുന്നത്. അങ്ങനെ കാസർഗോഡുള്ള ഇവര് ഇതിലേക്ക് വന്നു. എന്താ ചെയ്യാ? നിവൃത്തിക്ക് കൊടുക്കുമ്പോൾ ഞാൻ 7 ലക്ഷം രൂപ കൊടുത്തു. കേൾക്കണം കേട്ടോ. നൂറെ ഹബീബിന്റെ മുച്ചമണികൾ കേൾക്കണം. എന്നെ വേട്ടയാടി ഇത്രയും ആളുകളെ മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. വേട്ടയാടി നിങ്ങൾ ഒരുപാട് ആളുകൾ പെട്ടുപോയി. ഞാൻ ആരാണ് നിങ്ങൾക്ക് അറിയില്ല. സത്യം മനസ്സിലാക്കാൻ താഴെ കൂടപ്പറപ്പിനെന്തായി തിരിച്ചു ഈ കൂടപ്പറപ്പിനല്ലേ പോയത്. കൂടൊക്കെ തിരിച്ചു അറിയില്ല. എന്നെ കുറിച്ച് മോശമായി ഏതോ ഒരു ചെങ്ങാനെ കൊണ്ടിട്ടുണ്ട്. അതിലാണ് എന്ത് ഇതൊന്നും ഞാൻ അറിയില്ല. അങ്ങനെ ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞ ഒരാൾ പലപ്പോൾ കൂടി അതിനും കഴിയില്ല. നോക്കുമ്പോൾ നാളെ ഇഷ്ടമാണ്. എന്താ ചെയ്യുക അവസ്ഥയാണ്. അങ്ങനെ എന്താക്കി? അങ്ങനെ 7 ലക്ഷം രൂപ കൊടുത്ത് ഒഴിവാക്കി. അങ്ങനെ എന്താക്കി? ഒരു 1.5 വർഷം അവർ എന്നെ വേട്ടയാടി നിർത്തി. പക്ഷെ ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെല്ലാ വീഡിയോസും നമ്മൾ ഡിലീറ്റ് ആക്കുന്നു. എന്ത് വെറുപ്പ് തോന്നിട്ടോ? നല്ല സത്യം പറയാം. അങ്ങനെ നല്ല വെറുപ്പ് തോന്നിട്ടോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെ ഭയപ്പെടില്ല. ഇന്ന് ഒരാൾ മുതൽ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഞാൻ കൂടി എല്ലാം കിട്ടാറില്ല. എന്റെ അവസ്ഥ അങ്ങനെ അതൊക്കെ നിർത്തി നമ്മൾ മനുഷ്യർ നടത്തി ആളുകൾ വന്നു. എല്ലാവർക്കും സത്യം മനസ്സിലായി. ഞാൻ ഇപ്പൊ ഒരു കഴിഞ്ഞ മാസം ഒരു ഇവിടെ വന്ന് സേഫിച്ചില്ല. നമ്മുടെ കാസർഗോഡ് മൂപ്പരോട് പറഞ്ഞു 10 ലക്ഷം രൂപ ചോദിപ്പോൾ തന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ തുടങ്ങും. എന്നിട്ട് മനസ്സിലായോ? വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ കുറിച്ചിട്ടില്ലാത്തത് വീണ്ടും ഇടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞെട്ടോ. എന്താണ് ഞാൻ ഞെട്ടോ? നിന്നെ തകർക്കാൻ കഴിയില്ല. ഒരു എനിക്ക് മിനിങ്ങാന്ന് അയച്ച മെസ്സേജിന്റെ പേര് അയച്ച മെസ്സേജ്. ആ മെസ്സേജ് അതൊക്കെ കണ്ട. അപ്പോ അങ്ങനെ കൊല്ലണ്ടായിട്ട് വേട്ടയാടി. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യണം? കൊടുത്താൽ അവരെന്ത് ചെയ്യും? ഉണ്ടാതെ ഇവരെന്താ പണി കാട്ടിക്കണറിയോ? കഴിഞ്ഞ കല്യാണം മുടക്കുന്നു പറഞ്ഞു. ഇവർക്ക് എവിടേക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ അവിടെ പോയി കേസ് കൊടുക്കും. ഒന്നും ശരിയായില്ല. അവസാനം എന്താക്കിയോ? ഇന്ത്യന്റെ ആഭ്യന്തരമന്ത്രി മിനിസ്റ്റർ അമിത്ഷാക്ക് എന്താണ് ലെറ്റർ, പരാതി മീരാച്ചിക്ക്. അത് കൂടാതെ പിന്നെ എന്താണ് ടാക്സ്, ഇന്ത്യന്റെ എന്തോ ടാക്സ്, ആയിരൊക്കെയായി ടാക്സ് അതില് പരാതി കൊടുക്കണം. എനിക്ക് ഒരുപാട് സ്വത്തുണ്ടാണ്. ഒരു ദിവസം ഇവര് 2-3 ആളുകൾ വീട്ടിൽ വന്നിട്ട് ഗേറ്റിൽ തുറന്നിട്ട് എന്നോട് ഭയങ്കര ഡയലോഗ്. നിങ്ങൾ ഒരുപാട് ആളുകൾ സഹായിക്കാൻ ഞങ്ങൾക്ക് പൈസ വേണം, പൈസ തന്നെ പറ്റുമോ? ഒച്ചപ്പാട് കുറച്ച് ആളുകൾ ഞങ്ങൾ വേറെ ആളുകൾ ഓടി വന്ന് ഗേറ്റ് അടച്ചു. എനിക്ക് പേടിയാണ്. ഞാൻ എപ്പോഴും ആക്രമിക്കപ്പെട്ടു. ഞാൻ പേടിച്ചു നടക്കുന്നു. എപ്പോഴും ഞാൻ കുറ്റം ചെയ്യും. എപ്പോഴും ഞാൻ ആക്രമിക്കപ്പെട്ടു.